future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിപ്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കൺട്രോളർ ചേഞ്ചിനായിട്ട് വന്ന വണ്ടിയാണ്. ഇത് ഒക്കായയുടെ വണ്ടിയാണ്. മോട്ടറൈസേഷൻ വണ്ടികളിൽ പെടുന്ന ഒരു വണ്ടിയാണ്. അപ്പം ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഇരിക്കുന്ന കൺട്രോളർ ഇച്ചിരി ഡിഫറൻസ് ഉള്ള ഒരു കൺട്രോളറാണ്. സാധാരണ നമ്മൾ നിലവിലെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ കാണാത്ത രീതിയിലുള്ളൊരു കൺട്രോളറാണ്. കൺട്രോളർ കാണിച്ചു തരാം. ഇതാണ് കൺട്രോളർ. ഇതിൻ്റെ രണ്ട് സൈഡിലും വയർ ഔട്ട്പുട്ടുകൾ വരുന്നുണ്ട്. ഇത് ഈ സൈഡിൽ വരുന്നത് മോട്ടറിൻ്റെ കണക്ഷൻസ് ആണ്. മോട്ടറിൻ്റെ കണക്ഷൻസും മെയിൻ നെഗറ്റീവുമാണ് ഈ സൈഡിൽ വരുന്നത്. ഇത് ഹാൾ സെൻസറിൻ്റെ ആണ്. അത് കണക്ക് തന്നെ ഈ സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ പോസിറ്റീവ് വരുന്നുണ്ട്. അത് കണക്ക് തന്നെ ബാക്കിയുള്ള ആക്സിലേറ്റർ, മറ്റേ സെൻസർ, അങ്ങനെയുള്ളതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ. പിന്നെ അതുകൂടാതെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇഗ്നീഷൻ്റെ ലൈൻ സെപ്പറേറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഇഗ്നീഷൻ്റെ ലൈൻ കയറുകയും വേണം. അത് കണക്ക് തന്നെ ഇതിൽ നിന്ന് ഔട്ട് പോയാൽ മാത്രമേ നമ്മൾ DC to DC കൺവേർട്ടർ ഓൺ ആവത്തുള്ളൂ. സാധാ കൺട്രോളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ലൈൻ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫങ്ഷൻസ് എല്ലാം വർക്കാവും. ഇതിലങ്ങനല്ല. ഇതിൽ ഇഗ്നിഷൻ്റെ വയർ പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റ് തന്നെ ഇതിൽ വരണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കണക്ടർ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൺട്രോളർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരിക്കലും കാണാത്തൊരു സംഭവമാണ്. ഈ കൺട്രോളറിന് ബോഡി ഗ്രൗണ്ട് ഉണ്ട്. ഇത് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വണ്ടിയിൽ ബോഡിയിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ പെട്രോൾ വാഹനത്തിൽ നെഗറ്റീവ് ഗ്രൗണ്ട് ചെയ്യുന്ന കണക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇതിൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രത്യേകത ഉള്ളൊരു കൺട്രോളർ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ടൈപ്പ് കൺട്രോളർ ഇപ്പോൾ കിട്ടാനില്ല. കമ്പനിയിൽ അന്വേഷിച്ചാൽ കിട്ടാൻ പാടാണ്. വളരെ റെയറായിട്ട് അവർ ഉണ്ടെങ്കിൽ, അവർ സാധനം ഉണ്ടെങ്കിൽ അവർ എടുത്തു തരും മാക്സിമം. അപ്പം ഈ കൺട്രോളറിന് പകരം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ദാണ്ട് ഈ കൺട്രോളറാണ്. ഇത് ഓഹോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കൺട്രോളറാണ്. ഇത് അത്യാവശ്യം നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ലീഫിൻ്റെ കൺട്രോളർ പോലെ തന്നെയാണ്. അത്യാവശ്യം യൂണിവേഴ്സലായിട്ട് എല്ലാ മോട്ടറൈസേഷൻ വണ്ടികളിലും രജിസ്ട്രേഷൻ വണ്ടികളിലും നമുക്ക് അത്യാവശ്യം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൺട്രോളറാണ്. ഇത് ആംബിയർ റേറ്റിംഗ് കുറഞ്ഞാണ്. ആംബിയർ റേറ്റിംഗ് കൂടിയ ടൈപ്പ് കൺട്രോളർ വരുന്നുണ്ട്. ഇത് 62-ലും 72-ലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കൺട്രോളറാണ്. അതിനൊക്കെ ഇതിൻ്റെ മാക്സിമം ആംബിയർ എന്ന് പറയുന്നത് 35 നോർമലി വരുന്നതൊക്കെ 32 വരുന്നത്. ഇത് ഇച്ചിരി കൂടെ ആംബിയർ ശകലം വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസമല്ല, ചെറിയൊരു വേരിയേഷൻസേ ഉള്ളൂ. ഇപ്പോൾ നോൺ രജിസ്ട്രേഷൻ വണ്ടികളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കൺട്രോളറാണ്. 60 വോൾട്ടിൻ്റെ വണ്ടികളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കൺട്രോളറാണ്. ഇതിപ്പോൾ 60 വോൾട്ടിൻ്റെ കൺട്രോളറാണ്, വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കൺട്രോളർ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പം വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കൺട്രോളറെല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാ കണക്ഷൻസ് എല്ലാം പ്രോപ്പറാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ടിലിയൻ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വണ്ടിയുടെ വർക്കിംഗ് എല്ലാം സെയിം ആയിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇക്കോ മോഡും അത് കണക്ക് തന്നെ ബൂസ്റ്റ് മോഡ് വരുന്നത്, 2 സ്പീഡ് മോഡും ഇനി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലത്ത് ഈ വണ്ടി അധികം അങ്ങനെ ഇല്ല. കാരണം ഈ ഒക്കായയുടെ ഷോറൂം ഇവിടെ ഇല്ലായിരുന്നു. ഇത് തമിഴ്നാട്ടിലുള്ള ഒരു പുള്ളിക്കാരൻ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. അവിടെ ഇതിൻ്റെ ഷോറൂം നല്ല രീതിയിലുണ്ട്. നമ്മളിവിടെ കൊല്ലം, എൻ്റെ ഏരിയ കൊല്ലമാണ്. ആ ഏരിയകളിൽ ഈ വണ്ടി അധികം കുറവാണ്. കാരണം ഇതിൻ്റെ ഷോറൂം ഇല്ലാത്തതുകൊണ്ട് അധികം ഇവിടെ ഇങ്ങനെ കാണാത്തൊരു ബ്രാൻഡ് വണ്ടിയാണ്. അപ്പോൾ ഇത് സംഭവം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഈ പറഞ്ഞതൊക്കെയാണ്. നമുക്ക് ഏത് കൺട്രോളർ ആയാലും പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് സൂട്ടാവുന്ന രീതിയിൽ നമുക്ക് വേറെ കൺട്രോളർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏത് ഇലക്ട്രിക്കൽ വണ്ടി ആയാലും നമുക്ക് അതിൽ ഇരിക്കുന്ന കൺട്രോളർ പോയി കഴിഞ്ഞാൽ ആ മോഡൽ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൺട്രോളർ അതിൻ്റെ അകത്ത് സൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ച് ഈ കൺട്രോളിന് ഇങ്ങനെ പ്രത്യേകത ഉള്ളതും കൂടെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ കൺട്രോളർ പോയൊരു വണ്ടി ഇവിടെ വന്നിരിപ്പുണ്ട്. ഇതും കൺട്രോളർ മാറാൻ വന്നിരിക്കുന്നത്. ഇത് ജോയി ബൈക്സിൻ്റെ വൂൾഫ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതും കൺട്രോളർ ചേഞ്ച് ചെയ്യാനായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നെക്സ്റ്റ് വർക്ക് ഇതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വണ്ടിയുടെ ഫീൽഡിൽ നിൽക്കുന്നവർ, ഇത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പം ഇതേപോലെ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും.